വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കുന്ന പരിഷ്കാരങ്ങളെ പിന്തുണച്ച മുഖ്യമന്ത്രി അടുത്ത വർഷം മുതൽ ഹയർ സെക്കൻഡറി പാഠ്യപദ്ധതിയും പരിഷ്കരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും പറഞ്ഞു. പരിഷ്കരിച്ച പാഠപുസ്തകങ്ങളുടെ വിതരണ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. മിനിമം മാർക്ക്, അധ്യയന ദിവസങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കൽ തുടങ്ങിയ പരിഷ്കാരങ്ങളുമായി വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോവുകയാണ്. ഇതിനെതിരെ ഇടത് അധ്യാപക സംഘടനയുടെ ഭാഗത്തുനിന്നടക്കം എതിർപ്പുയരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പരിഷ്കാരങ്ങളെ പൂർണ്ണമായും പിന്തുണച്ച മുഖ്യമന്ത്രി തന്നെ രംഗത്തെത്തിയത്. വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്താൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇക്കാര്യത്തിൽ അധ്യാപകരുടെ പങ്ക് വളരെ വലുതാണ്. പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം അധ്യാപകരുടെ ഭാഗത്തുനിന്നുണ്ടാവണമെന്നും അല്ലാതെ അവർ ആ വഴിക്ക് പൊയ്ക്കോട്ടെ എന്നല്ല ചിന്തിക്കേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഏതെങ്കിലും പ്രത്യേക കാര്യങ്ങളിലോ പ്രത്യേക വിഷയങ്ങളിലോ നാം പിറകിലാകുന്നുണ്ടെങ്കിൽ ആ പിറകിലാകുന്നത് അതിൻ്റെ വിലയിരുത്തൽ നടത്തുന്നവരുടെ പിഴവ് കൊണ്ടല്ല എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം അതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഉണ്ടാകണം. പൊതുവിദ്യാഭ്യാസ മന്ത്രി അത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു എന്നത് സന്തോഷകരമായ കാര്യമാണ്. അതാ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. അക്കാദമിക് നിലവാരം ഉയർത്താനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി അടുത്ത വർഷം മുതൽ ഹയർ സെക്കൻഡറി പാഠ്യപദ്ധതിയും പരിഷ്കരിക്കുമെന്ന് വ്യക്തമാക്കി. പൊതുവിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾക്കാണ് സർക്കാർ ഇപ്പോൾ മുൻതൂക്കം നൽകുന്നത്. ഹയർ സെക്കൻഡറി പാഠപുസ്തകം പരിഷ്കരണം നടന്നിട്ട് ഏതാണ്ട് 20 വർഷമായി. ഈ അക്കാദമിക് വർഷം അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പരിഷ്കരിച്ച പാഠപുസ്തകങ്ങളുടെ വിതരണോദ്ഘാടനവും യൂണിഫോം വിതരണ ഉദ്ഘാടനവും കോട്ടർ ഹിൽ സ്കൂളിൽ മുഖ്യമന്ത്രി നിർവഹിച്ചു. പ്രവേശനോത്സവ ഗാനത്തിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. മന്ത്രിമാരായ പി രാജീവ്, GRL തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.